ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ളൊരു ഐറ്റമാണ്. അതിനായിട്ട് ഞാൻ കപ്പ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് കുക്കറിൽ ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളുത്തുള്ളി, നല്ല ജീരകവും അതുപോലെ 4 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഈ ഒരു രീതിക്ക് ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്കിത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കപ്പയൊക്കെ ഇപ്പോൾ ഒരു വിധത്തിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പ് കപ്പയിലൊക്കെ നന്നായി പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കപ്പ വേവിച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ അധികം വരികയാണെങ്കിൽ നമുക്കത് ഊറ്റി കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് വല്ലാതെ കൊണ്ട് കുഴഞ്ഞു പോകും, വെള്ളം പോലെയാവും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പൊരിച്ച മീനും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എനിക്ക് അയിലച്ചെമ്പാനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അയിലച്ചെമ്പാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്